കൊള്ളാം കൊള്ളാം. ആക്ഷനൊക്കെ ഉണ്ട്. ഇന്റർവെല്ലിന് ശേഷം കൊള്ളാം, സൂപ്പറാണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കൊള്ളാം. കാണാൻ പറ്റിയ ഒരു ത്രില്ലർ സിനിമയാണ്. ഉണ്ട്. സെക്കൻഡ് ഹാഫ് തൊട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്ര നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. ത്രില്ലർ തന്നെയായിരുന്നു. കണ്ടിരിക്കാം. കൂടുതലായിട്ട് നല്ല എല്ലാരും മീൻസ് സിനിമ ഒരു ത്രില്ലർ ആയിരുന്നു. ആദ്യം കുറച്ചു നേരം കണ്ടപ്പോൾ കൊള്ളില്ലെന്ന് വിചാരിച്ചു. പിന്നെ നല്ല പടമായിരുന്നു. ബ്രോ കൊള്ളാം ബ്രോ. എന്താ പറയാ, സൂപ്പർ പടം, അടിപൊളി പടം. സസ്പെൻസും ത്രില്ലറും സ്റ്റോറി എലമെന്റ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. പിടിച്ചിരുത്തേണ്ട ആ ഒരു ലെവൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്താ പറയാ, കുറച്ചൊരു സസ്പെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്. അത്തരത്തിൽ ഓവറോൾ അടിപൊളി ഒരു പടമായിരുന്നു. ആ എന്താ പറയാ, നമ്മുടെ ആ പോസ്റ്റർ പ്രകാശനം ചെയ്യുന്നത് മമ്മൂക്കയാണ്. ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഉണ്ട്. ആ ഒരു എന്താ പറയാ, നായകന്റെ ആ ഒരു റോളില് എന്താ പറയാ, ആ ഒരു അഭിനയത്തിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. വലിയൊരു പടമായിരുന്നു. പടം കൊള്ളാം, കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ നല്ല മേക്കിംഗ് ആണ്. ഇപ്പോൾ ഡയറക്ഷൻ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരാൾ നല്ല രീതിയിൽ തന്നെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നായകന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും തോന്നിയിരിക്കുന്നത് മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള റാഹി രശ്മി, അവരെയാണ് കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തലവൻ എന്നുള്ള രീതിയിൽ അവരാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. അപ്പം നായകന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കില്ല. എന്നാലും നായകൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കൊലപാതക രീതികളൊക്കെ ഇതുവരെ അങ്ങനെ കാണിക്കാത്ത കുറച്ചുകൂടെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും അങ്ങോട്ടൊന്നും ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണുന്ന ഒരു ഫീല് ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടിയില്ല. മറ്റുള്ള ഒരു ഈ അഞ്ചാം പാതിര അതുപോലെ ഒത്തിരി കാണുന്നില്ല. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ത്രില്ലിനോട് കൂടിയൊക്കെ നമ്മൾ ഇരിക്കാറ്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ആ ഒരു ത്രില്ല് തോന്നിയില്ല. അടിച്ചു കയറി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള സമയത്തിൽ പുള്ളി നല്ല രീതിയിൽ തന്നെ അത് നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഭാഗമൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇതൊരു തവണ നമുക്ക് കാണാം, കുഴപ്പമില്ല. ഒരു തവണ കാണാനുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷെ മേക്കിങ് നല്ലതാണ്. മറ്റേത് മാറ്റി വെച്ചാലും എടുത്തു വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്.